അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞതേ ഞങ്ങളതേ ബാണാസുര ഡാമിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഇവിടുന്ന് കുറച്ച് നമ്മുടെ റിസോർട്ടിൻ്റെ കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് നമ്മുടെ ഡാം എത്തും. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി. ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്. ഇനി ഇതിൻ്റെ ടോപ്പിൽ കയറാനാണ് നമുക്കിവിടെ ജീപ്പ് അവൈലബിൾ ആണ്. ജീപ്പ് ക്യൂ നിന്നപ്പോൾ ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ പയ്യെ കഥയൊക്കെ പറഞ്ഞ് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഇതാണ് മുകളിലത്തെ വ്യൂ വരുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് കയാക്കിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, പിന്നെ സിപ്പ് ലൈൻ, അങ്ങനെ കുറച്ച് അഡ്വഞ്ചറിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം. ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയാക്കിങ്, ഞാൻ ഇതുവരെ കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ കയാക്കിങ്ങിന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ കയാക്കിങ്ങിന് വേണ്ടി പോയി. 30 മിനിറ്റ്സാണ് നമുക്ക് ഇവിടെ പറയുന്നത്. പക്ഷേ 30 മിനിറ്റ്സിൽ കൂടുതലെടുത്താലും ഒരു കുഴപ്പമില്ല. കാരണം അത്യാവശ്യം ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ കയാക്കിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കയാക്കിങ് തന്നെയാണ് ആക്ടിവിറ്റീസിൽ. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.